കൽപ്പാത്തി രഥോത്സവത്തിന്റെ ഭാഗമായുള്ള രണ്ടാം തേര് ഇന്ന് നടക്കും. ഗണപതി ക്ഷേത്രത്തിൽ നിന്നുള്ള തേരാണ് ഇന്ന് പ്രയാണം ആരംഭിക്കുക. നാളെയാണ് ദേവരഥ സംഗമം. കൽപ്പാത്തിയിൽ നിന്നും സരീഷ് PK ആണ് ചേരുന്നത്. സരീഷ്, എന്തായാലും വലിയ ആൾത്തിരക്കായിരിക്കും കൽപ്പാത്തിയിലെന്ന് ഉറപ്പാണ്. ഇന്നിപ്പോൾ രണ്ടാം ദിവസമാണ്. ഇന്നലെ നമ്മൾ കണ്ടിരുന്നു ഇന്നലത്തെ ആഘോഷങ്ങളൊക്കെ. ഇന്ന് ഏത് രീതിയിലാണ് അവിടെ ആഘോഷങ്ങൾ നടക്കുന്നത്? എത്രമാത്രം ആളുകളാണ് അവിടേക്ക് എത്തിച്ചേരുന്നത്? ഇന്ന് രണ്ടാം തേർ ഉത്സവമാണ്. അതിൻ്റെ ഭാഗമായി ആദ്യ ചടങ്ങുകൾ എന്ന രീതിയിൽ ആനയുടെ എഴുന്നള്ളത്ത് പൂർത്തിയായി കഴിഞ്ഞു. ഈ കൽപ്പാത്തി നഗരം ചുറ്റി വരുന്ന അല്ലെങ്കിൽ കൽപ്പാത്തി വീതികൾ ചുറ്റുന്ന ഒരു ചടങ്ങാണ് ഉള്ളത്. അതിന് പൂർത്തിയാക്കി ഇപ്പോൾ മന്ദങ്കര ഗണപതി ക്ഷേത്രത്തിലേക്ക് ആന എത്തിക്കഴിഞ്ഞു. അല്പസമയത്തിനകം തന്നെ അകത്തുള്ള ചടങ്ങുകൾക്കും തുടക്കമാകും. അകത്ത് പ്രത്യേക പൂജകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഗണപതിക്ക് വന്ദനം ചെയ്യുന്ന ആനയാണ് ഇപ്പോൾ നമുക്ക് കാണുന്നത്. എന്തായാലും ഈ വീതികൾ, അതായത് വീതികൾ ചുറ്റി പ്രദക്ഷിണം പൂർത്തിയാക്കി ആന തിരിച്ചെത്തിയിരിക്കുന്നു. അടുത്തതായി ഇനി ഈ ഗണപതി വിഗ്രഹങ്ങൾ പുറത്തേക്കെടുത്ത് ഈ വീതിയിലേക്ക് ഇറങ്ങുന്ന അല്ലെങ്കിൽ പ്രദക്ഷിണം നടത്തുന്ന ചടങ്ങാണ് ഇനി ബാക്കിയാവുന്നത്. കഴിഞ്ഞ ദിവസം മൂന്ന് വിഗ്രഹങ്ങളാണ് ഈ തേരിലേറ്റി പ്രദക്ഷിണം നടത്തിയിരുന്നത്. അതിൽ പ്രധാനപ്പെട്ടത് ഈ വിശാലക്ഷി സമേതനായ വിശ്വനാഥസ്വാമിയുടെയും അതോടൊപ്പം തന്നെ സുബ്രഹ്മണ്യ സ്വാമിയുടെയും ഒപ്പം ഗണപതിയുടെയും വിഗ്രഹങ്ങളായിരുന്നു ഇന്നലെ പ്രദക്ഷിണം പൂർത്തിയാക്കിയത്, അല്ലെങ്കിൽ പ്രദക്ഷിണം ആരംഭിച്ചത്, രഥം ആരംഭിച്ചത്. അതിനുശേഷം ആ രഥം ഈ കൽപ്പാത്തിയുടെ വിവിധ ഭാഗങ്ങളിൽ തേര് പോവുകയും അതിനുശേഷം നാളെ വൈകിട്ടോടെ ഈ കൽപ്പാത്തിയുടെ ഈ പ്രധാന ക്ഷേത്രങ്ങൾക്ക് മുന്നിലേക്ക് എത്തുകയും ചെയ്യും. അങ്ങനെ അതിന് തൊട്ടു പിന്നാലെയാണ് ഈ രണ്ടാം ദിവസത്തിലാണ് ഈ മന്ദങ്കര മഹാഗണപതി ക്ഷേത്രത്തിൽ നിന്നുള്ള തേര്, ആ തേര് മുന്നിലേക്ക് വരുന്നത്. ഇന്നും പ്രധാനപ്പെട്ട, ഇന്നലെ എന്തായിരുന്നോ ചടങ്ങുണ്ടായിരുന്നത് അതേ സമാനമായ ചടങ്ങുകൾ തന്നെയാണ് ഇന്നും ഉണ്ടാവുക. ഇന്നും വിശ്വാസികൾ ഒരുപക്ഷെ 10 മണിക്ക് ശേഷമാണ് ചടങ്ങ് നടക്കുക. അപ്പോഴേക്കും ആളുകൾ കൂടുതലായി ഇവിടേക്ക് എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഈ രഥത്തിൽ ഈ പഴക്കുലകൾ ഉൾപ്പെടെ കെട്ടിവെക്കുന്നത് നമുക്ക് കാണാം. യഥാർത്ഥത്തിൽ നമ്മൾ കാണുന്നതിനപ്പുറത്തേക്ക്, അതായത് ഓരോ സമുദായത്തിൽ നിന്നും ഓരോ വിഭാഗത്തിൽ നിന്നുള്ളവരാണ് പഴക്കുലകളും അതോടൊപ്പം തന്നെ തേങ്ങാക്കുലകൾ, അടക്ക, അപ്പം തന്നെ ഈ പുഷ്പങ്ങൾ, അങ്ങനെ ഓരോന്ന് സമർപ്പിക്കുന്നത് ഓരോ വിഭാഗങ്ങളിൽപ്പെട്ടവരാണ്. അവരെല്ലാം തന്നെ ഓരോ ദിവസവും രഥത്തിലേക്ക് ആവശ്യമായ ഈ പഴങ്ങളാവട്ടെ, കുലകളാവട്ടെ, മറ്റ് പൂവുകളാവട്ടെ, അങ്ങനെ ഓരോ സമുദായത്തിൽപ്പെട്ടവരാണ് അല്ലെങ്കിൽ ഓരോ വിഭാഗത്തിൽപ്പെട്ടവരാണ് ഇത് നൽകുന്നത്. ആ കുലകളാണ് ഇപ്പോൾ രഥത്തിന് ചുറ്റും കെട്ടിയിരിക്കുന്നത്. അകത്തെ പ്രത്യേക പൂജകളുണ്ട്. ആ പൂജകൾക്ക് ശേഷം ഈ വിഗ്രഹം പുറത്തേക്ക് കൊണ്ടുവരും. അതൊരു പ്രത്യേക ചടങ്ങാണ്. മഹാഗണപതിയെ ആദ്യം സ്തുതിക്കുകയും പിന്നീട് ഗണപതിക്ക് വിഘ്നങ്ങൾ അകറ്റാനുന്നതിൻ്റെ ഭാഗമായി പുറത്തേക്ക്, അതായത് തെരുവിലേക്ക് എത്തിക്കുമ്പോൾ സമസ്ത ലോകത്തിനും ശാന്തി വരും, അതോടൊപ്പം തന്നെ വിഘ്നങ്ങൾ അകലും എന്നുള്ള വിശ്വാസമാണ് ഈ കൽപ്പാത്തിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അതിൻ്റെ ഭാഗമായാണ് ഗണപതി മാത്രം, ഒരു ദിവസം ഗണപതി വിഗ്രഹം മാത്രം പുറത്തേക്ക് കൊണ്ടുവരുന്നത്. ഇന്നലെയും ഗണപതി വിഗ്രഹം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെയാണ് മറ്റ് 2 ദേവസങ്കല്പങ്ങൾ കൂടി, അതായത് സുബ്രഹ്മണ്യ സ്വാമിയെയും അതോടൊപ്പം തന്നെ ഈ ദേവിയോട് ചേർന്ന ശിവനെയും കൊണ്ടുവരുന്നത്. അതോടൊപ്പം ഗണപതി വിഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് മഹാഗണപതി മാത്രമാണ് ഉണ്ടാവുക. കാരണം സർവമംഗളമംഗല്യം എന്ന് തുടങ്ങുന്നതോടൊപ്പം തന്നെ ഈ മഹാഗണപതിയെ സ്തുതിക്കുന്ന ഒരു ചടങ്ങ് കൂടിയുണ്ട്. അപ്പോൾ അത്രത്തോളം പ്രാധാന്യം ഈ ചടങ്ങുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഗണപതി വിഗ്രഹവുമായി ബന്ധപ്പെട്ട ഉണ്ട്. അതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ്. നാളെയാണ് ദേവരഥ സംഗമം നടക്കുന്നത്. അതായത് മുഴുവൻ പ്രതിഷ്ഠകളും അല്ലെങ്കിൽ മുഴുവൻ തേരുകളും ഒരേ സമയം നാളെ വൈകിട്ട് ഈ പ്രദക്ഷിണങ്ങളൊക്കെ പൂർത്തിയാക്കി, അതായത് ഈ രഥവും അതോടൊപ്പം തന്നെ മറ്റ് ഈ മുഴുവൻ സ്ഥലങ്ങളിലും സഞ്ചരിച്ച് തിരിച്ച് ഈ കൽപ്പാത്തിയുടെ പ്രധാന വേദിയിലേക്ക് അല്ലെങ്കിൽ പ്രധാന ക്ഷേത്രങ്ങൾക്ക് മുന്നിലേക്ക് എത്തും. അതിനുശേഷമാണ് മുഖാമുഖം ഈ തേരുകളൊക്കെ എത്തുന്ന ചടങ്ങ് ഉണ്ടാവുക. ഇപ്പോൾ പുഷ്പങ്ങൾ എത്തിക്കുന്നത് നമുക്ക് കാണാം. രഥത്തിലേക്ക് ആവശ്യമായ പൂവുകൾ ഇങ്ങോട്ടേക്ക് എത്തിക്കുകയാണ്. ചമയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ചമയവുമായി ബന്ധപ്പെട്ട പൂവുകളൊക്കെ ഇങ്ങോട്ടേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ നാളെ വൈകിട്ട് 4 മണിയോടെയാണ് ഈ ദേവരഥ സംഗമം നടക്കുക. ആ ദേവരഥ സംഗമത്തിൽ പ്രധാനമായും നടക്കുന്നത് ഈ മുഖമുഖം, അതായത് 5ാം ദിനത്തിൽ എന്തായിരുന്നു ചടങ്ങുകൾ ഉണ്ടായിരുന്നത്, ഈ 5ാം ദിനത്തിലും അവസാന ദിനത്തിലെയും പ്രത്യേകത അതാണ്. ഈ മുഴുവൻ തേരുകളും ഈ 5 ക്ഷേത്രങ്ങളിൽ നിന്നുള്ള തേരുകളും മുഖാമുഖം വരികയും അതിന് നടുവിൽ പഞ്ചാരിമേളവും മറ്റ് വാദ്യമേളങ്ങളുമൊക്കെ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്ന ചടങ്ങാണ്. ഇപ്പോൾ ക്ഷേത്രത്തിനകത്ത് പ്രത്യേക പൂജകളും ഒക്കെ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ മഹാഗണപതി ആയതുകൊണ്ട് തന്നെ ഈ
ആപത്തുകളും മാറ്റും എന്നൊരു വിശ്വാസം കൂടിയുണ്ട്. അങ്ങനെ ആ ചടങ്ങ് കൂടി അകത്ത് നടക്കുകയാണ്. ആ പൂജകൾക്ക് ശേഷമായിരിക്കും പുറത്തേക്ക് വിഗ്രഹം എത്തിക്കുക. എന്തായാലും കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്.